അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്ത്രീകൾക്ക് ഹൈദ് നിഫാസ് ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഹദ്ദാദ്, മൗലീദ്, റാത്തീബ്, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ ഇതുപോലത്തതൊക്കെ ചൊല്ലാൻ പറ്റുമോ എന്നതാണ് ഇന്നത്തെ സംശയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ചൊല്ലാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മൗലൂദ് ഓതാം, അതുപോലെ തന്നെ ദിക്ർ മജ്ലിസുകൾ, അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ചൊല്ലാം. പക്ഷേ അവിടെ ഖുർആൻ ആയത്ത് വരുന്ന സ്ഥലത്ത് ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചൊല്ലാൻ പാടില്ല, ഓതാൻ പാടില്ല. ദിക്റാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ചൊല്ലുന്നത് കൊണ്ട് കുഴപ്പവുമില്ല. അപ്പോൾ ഹദ്ദാദ് ചൊല്ലുമ്പോൾ ആയത്തുൽ കുർസി വരും. അപ്പോൾ ആയത്തുൽ കുർസി ഒരു ദിക്റാണെന്നുള്ള നിലക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിയാൽ അതിന് യാതൊരു വിരോധവുമില്ല. ഖുർആൻ ഓതുക എന്ന കരുത്തോടു കൂടി നമ്മൾ ചൊല്ലുന്നത് അത് പറ്റില്ല, അത് ഓതുന്നത് പറ്റില്ല എന്നതാണ് നമ്മുടെ ഫുഖഹാ പഠിപ്പിച്ചത്. മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ലാ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ പറയുന്നത് കാണാം, വതഹല്ലു ലിജുനുബിൻ വഹായിലിൻ വനുഫസാഅ, നിഫാസുകാരിക്കും അതുപോലെ ഹൈലുകാരിക്കും ജനാബത്തുകാരനും ഹലാലാണ് അദ്കാറുഹു, ദിക്റുകൾ, ലാ ബി ഖസ്ദി ഖുർആനിൻ, ഖുർആനാണെന്ന ഖസ്ദോടു കൂടി, ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല. എന്നാൽ ദിക്റാണെന്ന ഉദ്ദേശത്തോടു കൂടി ആയത്തുൽ കുർസി ആണെങ്കിലും ഫാത്തിഹ ഓതാണെങ്കിലും ഏത് സൂറത്തുകളാണെങ്കിലും ദിക്റാണെന്ന ഉദ്ദേശത്തോടു കൂടി നമുക്ക് ചെല്ലാം. എന്നാൽ ഖുർആനാണെന്ന ഉദ്ദേശത്തോടു കൂടി അത് ഓതാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞതിൻ്റെ ആകത്തുക ഹദ്ദാദ്, മൗലീദ്, റാത്തീബ്, അസ്മാഉൽ ഹുസ്ന പോലത്തെ എന്ത് ചൊല്ലുകയാണെങ്കിലും അവിടെ ഖുർആൻ ആയത്ത് വരുമ്പോൾ അത് ദിക്ർ ചൊല്ലുകയാണ്, ദിക്റാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചൊല്ലിയാൽ നമുക്ക് യാതൊരു തകരാറുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.